ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബെഡ്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പം ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ വീട് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആക്കുന്നില്ലേ, അപ്പം അതിൽ ബെഡ്റൂം ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമെല്ലാം എപ്പോൾ നമ്മൾ ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ എപ്പോൾ നമ്മൾ ചെയ്താൽ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ മസ്റ്റായിട്ട് ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ ഞാനൊന്ന് കുട്ടികളെല്ലാം ഇങ്ങനെ ഓരോന്ന് വലിച്ചിട്ടിട്ടുണ്ടാവില്ല, അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഒരാഴ്ച വരെ നമ്മൾ ബെഡ്ഷീറ്റ് പിരിക്കാൻ പാടില്ല കേട്ടോ. ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാം. ഞാനിവിടെ 3 ദിവസത്തിലൊരിക്കൽ ബെഡ്ഷീറ്റ് മാറ്റലുണ്ട് കേട്ടോ. ഇപ്പം ഒരാഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റണം കേട്ടോ, മസ്റ്റായിട്ടും. അപ്പോൾ ഞാനൊരു മോശം ബെഡ്ഷീറ്റ് ഇതിൻ്റെ വീട്ടിൽ ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയടിക്കുമ്പോൾ നമുക്ക് ബെഡിലൊന്നും വീഴണ്ടല്ലോ, അപ്പം അതുകൊണ്ട് മോശം ബെഡ്ഷീറ്റ് ഇങ്ങനെ മീത്തൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊടിയടിക്കാൻ തുടങ്ങാം. അപ്പോൾ റൂമിൻ്റെ മീത്ത ഭാഗമെല്ലാം മാറാല നമ്മൾ ഇല്ലെങ്കിലും നമുക്കിങ്ങനെ പൊടിയെല്ലാം കിട്ടുമല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഈ സൈഡും ചുമരും എല്ലാം നമുക്ക് ആ പൊടിയെല്ലാം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ മാറാല കൊണ്ട് നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ചിലയാൾക്ക് അലർജി അങ്ങനത്തെ അസുഖമെല്ലാം ഉണ്ടാകുമ്പോൾ ഈ പൊടിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ക്ലീനാക്കിയാൽ നമുക്ക് ആ ക്ലീനാക്കുന്ന സമയം അത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അങ്ങനെ അലർജി ആയിട്ട് അധികം പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നായിട്ട് ക്ലീനാക്കുമ്പോൾ ഈ അലർജിയെല്ലാം ഇല്ലാക്ക് നല്ലൊരു നല്ലോണം അലർജിയെല്ലാം ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കിയാൽ നമുക്കങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചുമരും ഈ അലമാരൻ്റെ സൈഡും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീനാക്കണം കേട്ടോ. ആ ബൾബിൻ്റെ സൈഡിലെല്ലാം നമുക്ക് നല്ലോണം പൊടി കിട്ടും കേട്ടോ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ നമുക്കൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. നമുക്ക് അവിടെയൊന്ന് കയ്യെത്തുന്ന സ്ഥലമല്ലല്ലോ. അൾമാറിൻ്റെ അടയെല്ലാം മാറാലുണ്ടെങ്കിൽ ഈ മാറാലിനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി ഫാനിന് ഞാൻ ബെഡിൽ നിന്ന് നോക്കി കേട്ടോ, എനിക്ക് അങ്ങനെ കയ്യെത്തുന്നില്ല. അപ്പം ഓരോരു സമയം ഹസ്ബൻഡ് തുടച്ചെല്ലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വണ്ണാമ്പലം അടിക്കുന്ന സാധനം കൊണ്ട് ഫാൻ അടിച്ചേട്ടാ. അപ്പോൾ അതിനോട് നല്ല വൃത്തി തന്നെ പോകും. കുറച്ച് ഇങ്ങനെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നല്ലാണ്ട് നമുക്ക് അത് കുറച്ചൊരു മെനക്കെട്ടാൽ നമുക്ക് അതിനെ കൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ, തുടച്ചതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ബെഡിലത്തെ ബെഡ്ഷീറ്റെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലത്തെ പൊടിയെല്ലാം അത് ഇങ്ങനെ എടുത്തതാണ്, അത് പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നായിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കട്ടിലിൻ്റെ ചെടി ഭാഗമല്ലേ, അതെല്ലാം ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഒരു കോട്ടൺ തുണിയോട് നമുക്കിങ്ങനെ തുടച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമാക്കിയിട്ട് നമ്മൾ അധികം തുടച്ച് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ മരമെല്ലാം ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ, ആ പൊടിയെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ മസ്റ്റായിട്ട് ഇതേപോലെ ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ ആ കട്ടിലും എല്ലാം നല്ല പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊടിയും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കർട്ടന് വീണ്ടും ഇതേപോലെ ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട്. കർട്ടന് എല്ലാ ഭാഗത്തും ഇതിന് നല്ല പൊടിയായിരിക്കും. അപ്പോൾ ഈ ബെഡ്റൂമിലത്തെ കർട്ടനും കൂടെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് മീറ്റൊന്നും എത്താത്തതുകൊണ്ട് ഞാൻ കുറേ കട്ടിലിൻ്റെ മീറ്റയിൽ കയറിയിട്ട് അതാട്ടോ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ട്. അപ്പോൾ ഇതേപോലെ പൊന്തിച്ചു കൊടുക്കാം. എന്നിട്ട് വേറൊരു തുണി എടുത്തിട്ട് നമുക്ക് ഈ ജനലെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ കർട്ടൻ തുടക്കുമ്പോൾ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കാൻ പാടില്ല, എപ്പോൾ ഉണങ്ങിയ തുണിയോടെ തുടച്ചുവിടും. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള 2 തുണി എപ്പോഴും നമ്മളെ കയ്യിൽ വേണം കേട്ടോ, കോട്ടൺ തുണി. അപ്പോൾ ഞാൻ അതിൻ്റെ മീറ്റൊന്നും ആവായിട്ട് ഇതേപോലെ ബെഡുമ്മ കയറിയിട്ട് തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജനലിന് നമുക്ക് വേഗമായിരിക്കില്ല പൊടി പിടിക്കുന്നത്, വേഗം പൊടിയും പിടിക്കും. നമുക്ക് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ ജനലിലെല്ലാം മാറാലും പിടിക്കും അല്ലേ. അപ്പം മാറാല പിടിക്കുമ്പോൾ നമുക്ക് ഡെയിലി ഒന്ന്
പിന്നെ ചൂലോട് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ചൂലോടോ അല്ലെങ്കിൽ വേറൊരു ചൂലോടോ അങ്ങനെ എന്തെങ്കിലും ഒരു തുണിയോടെല്ലാം ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ പൊടി നമുക്ക് ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ തുടച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ആ പൊടിയെല്ലാം നമുക്ക് നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഇതാ ജനലിൻ്റെ ആ സൈഡ് ഭാഗം എല്ലാം ഞാൻ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്, നല്ല ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കർട്ടൻ ഇതേപോലെ താത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. ചിലയാൾക്ക് ലൈക്ക് ചെയ്യാൻ മറവിയായിരിക്കും അല്ലേ. അപ്പം പിന്നെ മറവിയില്ല ആളെല്ലാം ഇതാ ഇപ്പം ഞാൻ പറയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ ഇപ്പുറം ഈ കട്ടിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡും പൊടി കൂടുന്ന ആ സൈഡെല്ലാം മൂലയെല്ലാം ഉണ്ടാവില്ല, അത് ആടെയെല്ലാം നല്ലതുപോലെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ തുടച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അലമാര തുടക്കും കേട്ടോ. ഇതാ അലമാരയിൽ ഇതേപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിയണം കേട്ടോ. പിഴിഞ്ഞിട്ട് ഇതേപോലെ അലമാരയിൽ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ മടക്കി വെക്കലെല്ലാം നമ്മൾ ഡെയിലി പിന്നെ ചെയ്താൽ നമുക്ക് ആ മടക്കി വെക്കുന്നതിന് അത്ര ബുദ്ധിമുട്ട് കാണില്ല കേട്ടോ. ഡെയിലി നമുക്ക് മടക്കി വെച്ചിട്ട് പിന്നെ എല്ലാം നമ്മൾ അലക്കാട് മടക്കി വെച്ചാൽ നമുക്ക് മടക്കി വെക്കുന്നതിനൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചിടുന്നതും അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പാടനെ അത് മടക്കി വെക്കൂലേ. പിന്നെ വലിച്ചിടുമ്പോൾ അഥവാ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അലമാരയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരിക്കോ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പം മടക്കി വെക്കുന്നതൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കഴിഞ്ഞ്. അപ്പോൾ ഇതാ ഈ അലമാരൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ട് കേട്ടോ, അവിടുന്ന് വരച്ചിട്ടിട്ടും അങ്ങനെയെല്ലാം എന്തെല്ലോ കളിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഞാനിതാ ഈ ഭാഗത്തെ ഒരു കണ്ണാടി വെച്ച ഒരു അലമാരയുണ്ട് കേട്ടോ, ചെറിയൊരു അവിടെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം മഴക്കാലമായതുകൊണ്ട് കുട്ടികൾക്കെല്ലാം പനിയും അതെല്ലാം ഉണ്ടാകുമ്പോൾ മരുന്ന് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ പുരക്കുണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ മരുന്നെല്ലാം ഈ ഭാഗം ഈ സൈഡിൽ തന്നെ വെച്ച് കൊടുക്കലാന്ന് കേട്ടോ, വേറെ എവിടെയും അങ്ങനെ വെച്ച് കൊടുക്കില്ല. ഈ സൈഡിൽ തന്നെ ഇതേപോലത്തെ തട്ടെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ, നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഇത് ഞാൻ ഡെയിലി ഒന്ന് തുടക്കുന്നതാണ് കേട്ടോ. ഈ കണ്ണാടി ഞാൻ എപ്പോഴും ഡെയിലി ഒന്ന് തുടക്കും. എന്താ വെച്ചാൽ കണ്ണാടിയെല്ലാം ഇല്ലതല്ല, അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കല പിടിച്ച പോലെയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഞാൻ എപ്പോഴും ഡെയിലി ഒന്ന് നീറ്റാക്കും കേട്ടോ. ഈ അലമാരയിൽ ഞാൻ അങ്ങനെ അധിക സാധനമൊന്നും വെക്കില്ല കേട്ടോ. എന്തെങ്കിലും കിതാബോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതല്ലാണ്ട് ഞാൻ അധിക കച്ചറയാവുന്നതുകൊണ്ട് അങ്ങനെ ആ മേശൻ്റെ അവിടെ ഒന്നും വെക്കില്ല കേട്ടോ, മേശയിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ ക്ലീൻ ആക്കാനില്ല. ഇനി ഇതാ കുട്ടികൾ പഠിക്കുന്ന ഇതേപോലെ ഒരു ടേബിളുണ്ട്, അവിടെ ഞാൻ രാവിലെ തന്നെ എല്ലാം ഒതുക്കിയിട്ട് വെച്ചില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ അങ്ങനെ വലിയ പണിയില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തതേ ഇല്ലയോ. അപ്പോൾ ഇതാ സ്വിച്ച് ബോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തുടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്കിനി അടിക്കണം കേട്ടോ. അടിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മുക്കും മൂലി എല്ലാം അടിച്ചിട്ട് കട്ടിൻ്റെ അടി നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ വീഡിയോ എടുത്തപ്പം സ്കിപ്പായിപ്പോയതാണ്, അത് ഇതിൽ പിടിച്ചിട്ടാണ് കേട്ടോ. കട്ടിൻ്റെ അടി പിന്നെ നമുക്കിത് കട്ടിയിൽ അങ്ങനെ വലിച്ചിട്ടൊന്നും എടുക്കാനോ അങ്ങനെ ഒന്നും കഴിയില്ലല്ലോ, ചെരിച്ച് വെക്കാനൊന്നും. അപ്പോൾ കട്ടിൻ്റെ അടി നമുക്ക് നല്ലതുപോലെ അടിയിൽ വണ്ണാമ്പലി കട്ടിൻ്റെ മീത്ത ഭാഗം വണ്ണാമ്പലെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഇങ്ങനെ ആഴ്ചയിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തട്ടി കൊടുത്താൽ നമുക്ക് അങ്ങനെ ആ വലിയ പണി ഉണ്ടാവില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് വണ്ണാമ്പല പിടിച്ചെടുക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ അലമാരൻ്റെ സൈഡും കട്ടിൻ്റെ അടിയെല്ലാം നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുത്തത് സ്കിപ്പ് ചെയ്ത് പോയതാണ് കേട്ടോ, അത് കിട്ടിയിട്ടാണ് എനിക്ക് വീഡിയോ എടുത്തത്. അപ്പോൾ അതെല്ലാം അടിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി, ഞാൻ വിചാരിച്ച ഓണാക്കിയെന്നാന്ന്. അയ്യോ നോക്കുമ്പോഴത്തേക്ക് അതൊന്നും ഉണ്ടായിട്ടാട്ടോ. അപ്പോൾ കട്ടിൻ്റെ അടിയും എല്ലാം നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ മസ്റ്റായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റി കൊടുക്കണം.
ഞാനിവിടെ 3 ദിവസം കൂടുമ്പോൾ എന്തായാലും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികളെല്ലാം ഇല്ല വീടല്ല, അപ്പം എങ്ങനെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാലല്ലോ അവരെന്തായാലും നമ്മളെ കണ്ണെപ്പോൾ എത്തൂലല്ലോ. അപ്പം അവനെന്തായാലും ബെഡുമ്മ കയറിയും അങ്ങനെ കളിക്കുകയെല്ലാം ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ 3 ദിവസം ഒരു 3 ദിവസം ആ ടൈം ആകുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ഷീറ്റ് വിരിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോന് ഇവിടെയാണ് കിടക്കല്. അപ്പോൾ പമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ പേടിയാവും, ചില ടൈമിൽ നമുക്ക് ലീക്കാവുമല്ലോ പമ്പേഴ്സ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ലീക്കായിട്ട് പോയിട്ടായിട്ടുണ്ടെങ്കിൽ ബെഡിനൊന്നും ആവണ്ടായി വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ ബെഡ്റൂം പിന്നെ നീറ്റായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി ആയിക്കോട്ടെ, പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള ഈ ബെഡ്റൂമെല്ലാം നമുക്ക് എപ്പോഴും നീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള പണിയും കൂടെ എല്ലാം ചെയ്യാമെന്ന് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഞാൻ പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, ബെഡ്ഷീറ്റ് നമുക്ക് നല്ലതുപോലെ കുട്ടികളെ ചവിട്ടുമ്പോൾ അങ്ങ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 4 സൈഡും ഇതേപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. 4 ഭാഗവും കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ബെഡിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നമുക്കൊന്നും നമ്മളെ മക്കളെ എത്ര തുള്ളിയാലും കളിച്ചാലും ഈ ബെഡ്ഷീറ്റ് ഒന്നും അങ്ങോട്ട് നീങ്ങിപ്പോവില്ല കേട്ടോ. ആ പിരിച്ചതുപോലെ തന്നെ ഉണ്ടാവും, നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റെല്ലാം ഞാനൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ഇതേപോലെ ഇറുക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആ ബെഡിൻ്റെ ഇങ്ങനെ വലിച്ചിട്ട് ഇതേപോലെ ഇറുക്കി കൊടുത്താലൊന്നും നമുക്ക് ബെഡൊന്നും എവിടെ അനങ്ങിപ്പോകില്ല കേട്ടോ. ഈ ബെഡ് പൊന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കുറച്ച് കനവിലെ ബെഡാണ്. അപ്പോൾ ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താലും ഒന്നും അനങ്ങൂല കേട്ടോ. നമ്മൾ സൈഡെല്ലാം അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ ആ വിരിച്ച പാടന്നെ നമ്മൾ തന്നെ കിടക്കുമ്പോൾ അതെല്ലാം അങ്ങോട്ട് നീങ്ങിയിട്ട് മാറിയിട്ടെല്ലാം ഉണ്ടാവുമല്ലേ. എനക്കങ്ങനെയാണ് കേട്ടോ. ഈ സൈഡിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊടുത്ത് ബെഡിൻ്റെ ഉള്ളിലോട്ട് കൂട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ നമ്മൾ പിരിച്ചത് മൊത്തം ഒരിക്കൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് എല്ലാം നീങ്ങിയിട്ടെല്ലാം പോകും. അതുകൊണ്ട് ഞാനെപ്പോൾ ഇതേപോലെയാണ് കേട്ടോ വിരിക്കൽ. അപ്പോൾ ഇതാ പില്ലോ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പില്ലോ കവറെല്ലാം പില്ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ബെഡ്റൂം ക്ലീനാക്കാൻ പോകും കേട്ടോ. ശനി ഞായറായിട്ട് ഒരു 2 ഭാഗമായിട്ട് ക്ലീനാക്കലാണ്. ഇതിപ്പോൾ ഹാളും ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ക്ലീനാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ബെഡ്റൂമും ക്ലീനാക്കിയിട്ടുള്ളത്. അപ്പോൾ കിച്ചണ് വേറൊരു ദിവസമാണ് കേട്ടോ ആക്കൽ. ശനി ഞായറുമായിട്ടാണ് ഞാൻ അങ്ങനെ ക്ലീനാക്കൽ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പുതക്കുന്ന ബ്ലാങ്കറ്റ് നല്ലതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക. ഞാൻ പുതക്കുന്ന ബ്ലാങ്കറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മാറ്റലുണ്ട്. പുതക്കുന്ന ബ്ലാങ്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസമേ ഞാൻ മാറ്റില്ല കേട്ടോ. പിന്നെ വിരിപ്പാണെങ്കിൽ 3 ദിവസത്തിൽ ഒരുക്കാൻ ഞാൻ മാറ്റും. ബ്ലാങ്കറ്റ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്റൂമെല്ലാം നല്ലതുപോലെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ആ ചെറിയ റൂമിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല. അവിടെ ഒന്ന് ഞാൻ വെണ്ണാമ്പെല്ലാം തട്ടിക്കൊടുത്തതേ ഉള്ളൂ. അപ്പം മടക്കി വെക്കുന്നതുകൊണ്ട് പിന്നെ കുട്ടികളെ ഡ്രസ്സും അതും ഇതെല്ലാം മടക്കി വെക്കുന്നതുകൊണ്ട് പിന്നെ അത് എപ്പോഴും അങ്ങനെ മടക്കി വെക്കാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ഒരു ദിവസം ക്ലീനാക്കലാണ്. അപ്പം ഇന്നലെ ഞാൻ ബാത്റൂം ക്ലീനാക്കീന്. അപ്പോൾ അതൊന്നും പിന്നെ എടുക്കായിട്ട് തന്നെ. അപ്പോൾ ഇതാ തുടക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ കട്ടിൻ്റെ അടിയെല്ലാം ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ നല്ലതുപോലെ കട്ടിൻ്റെ അടി നന്നായിട്ട് തുടച്ച് കൊടുക്കണം, ആ പൊടിയെല്ലാം മാറിക്കോട്ടെ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബെഡ്റൂം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീനാക്കിയതിന്. കട്ടിൻ്റെ അടി ക്ലീനാക്കിയും പിന്നെ അതിൻ്റെ വണ്ണാമ്പലി എല്ലാം അടിച്ചിട്ടുണ്ടായിന്. പിന്നെ വീഡിയോ അധികം ലെങ്ത് ആണ്ടാ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ബെഡ്റൂം ക്ലീനാക്കുന്ന വീഡിയോ എടുത്തിട്ട് കേട്ടോ. ഇതൊന്ന് ഇതേപോലെ ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട്. കട്ടിൻ്റെ അടിയെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ പൊടിയെല്ലാം ഉണ്ടാവില്ല. അപ്പം മസ്റ്റായിട്ട് നമ്മൾ കട്ടിൻ്റെ അടി ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ തുടച്ച് കൊടുക്കണം. നമ്മളെ ബെഡ്റൂം ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ 2 ബെഡ്റൂമും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്.